നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, ഫെങ്ഷുയി, പെൻഡുലം സയൻസ്, ടാരോട്ട് ഇങ്ങനെയുള്ള ശരനൂൽശാസ്ത്രം പോലെയുള്ള നിഗൂഢശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നു. സ്ഥിരമായി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വളരെയേറെ സന്തോഷം, നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു തേങ്ങലാണ്. തേങ്ങലെന്നാൽ നിങ്ങളിത് അറിഞ്ഞിരുന്നേ പറ്റൂ. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ വന്ന് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് വേണ്ടി അതിന് ആൻസർ ചെയ്യാനായിട്ട് പല ആൾക്കാർക്ക് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി വരില്ലേ? എൻ്റെ സമയം ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആൻസർ പറയുമ്പോൾ തിരിച്ചൊരു നന്ദി പറയാൻ മടി കാണിക്കുന്ന നിങ്ങൾ എന്തൊരു വ്യക്തിത്വമാണ്! കുറ്റമല്ല, നിങ്ങളാരും എന്നോട് നന്ദി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നന്ദി പറയാൻ പഠിക്കണം. അതൊരു ക്വാളിറ്റിയാണ്. എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഷീറ്റിലാണ് കിടക്കുന്നത്, കട്ടിലയിലൊന്നുമല്ല. ആ ഷീറ്റിൽ കിടന്നുകൊണ്ട് തന്നെ, ആ തറയിൽ താഴെയാണ് കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് തന്നെ കണ്ണ് തുറക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദി പറയുന്നു. ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ സാധിക്കുന്നല്ലോ. നന്ദി പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രകൃതി ശക്തിയിലേക്ക് നന്ദി പറയണം. അതിൻ്റെ അനുസരിച്ചുകൊണ്ട് എന്നിലേക്ക് പോസിറ്റീവ് എനർജി വരും. നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്ദി പറയണമെന്നില്ല, പക്ഷെ പറഞ്ഞാൽ എനിക്ക് എത്ര സന്തോഷം ഉണ്ടാകുമെന്നറിയോ? ഞാനെന്ന വ്യക്തിയല്ല, എൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നന്ദി പറയാതെ ജീവിക്കുന്ന ആൾക്കാർ, കാര്യം കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് പ്രകൃതി ശക്തികൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരത്തില്ല. നിങ്ങൾ ഏത് ദേവാലയത്തിൽ പോയി എന്ത് പൂജ കഴിപ്പിച്ചാലും. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ രോദനമാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾക്കിന്ന് മോണോലിസയെ ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മോണോലിസയല്ല, അത് കുറച്ച് ആൾക്കാർക്ക് അറിയാവുള്ളൂ ആ ചിത്രം. അല്ലാതെ മഹാകുംഭമേളയിൽ വന്ന് മാല വിറ്റ ഒരു പെൺകുട്ടി മോണോലിസ. ആ മോണോലിസയെക്കുറിച്ചാണ് ഇന്ന് പഠനം. ആ കുട്ടിയുടെ പേരിൽ MONALIS, മോണാലിസയുടെ പേരിൽ 8 അക്ഷരങ്ങളാണുള്ളത്. 8 അക്ഷരങ്ങൾ വന്നാൽ ഒന്നുകിൽ അവർ പരമപരാജിതരായിരിക്കും, അല്ലെങ്കിൽ അത്യുത്കൃഷ്ടമായിട്ട് വിജയിച്ച ആൾക്കാരാണ്. ഈ പെൺകുട്ടി പരാജയത്തിലായിരുന്നു. വിദ്യാഭ്യാസമൊന്നുമില്ല കുട്ടിക്ക്. ഈ 8 എന്നാൽ ശനീശ്വരൻ്റെ പ്രത്യേക ദൃഷ്ടിയിൽപ്പെടുന്നതാണ്. ശനീശ്വരൻ ഇവരെ എല്ലാവരെയും, ഇതൊക്കെ വിശ്വാസപ്രകാരമാണ് കേട്ടോ, ഇതിനൊന്നും തെളിവില്ല. ഈ ശനീശ്വരൻ കാണുന്നുണ്ടോ എന്ന്. പക്ഷേ വിശ്വാസമനുസരിച്ചുകൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ 8 അക്ഷരങ്ങളുടെ എണ്ണത്തിൽ 8 വന്നതിൻ്റെ പേരിൽ ശനീശ്വരൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടാകും. ഈ 8ൻ്റെ മറ്റൊരു പ്രത്യേകത, പുരാവസ്തുവുമായിട്ട് ബന്ധമുണ്ടാകും. 8-ാം തീയതി ജനിച്ച ആൾക്കാർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി നിൽക്കുക, അവരവിടെ സ്ഥിരമായിട്ട് നിൽക്കും. ജോലിക്ക് ട്രാൻസ്ഫർ ഒന്നും ആഗ്രഹിക്കില്ല. ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അവർക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ജോലി ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ പ്രൊമോഷൻ കിട്ടും, വിത്ത് ഇൻക്രിമെൻറ്റ്സ്. പക്ഷേ 8-ാം തീയതിക്കാർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. 8-ാം തീയതി ജനിച്ചവരും 8, 17, 26 അല്ല 8ൻ്റെ സാന്നിധ്യം വരുന്നവരും അവരെവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാകും. 8ൻ്റെ പ്രത്യേകതയാണ്. എല്ലാവരിലും ഒരുപോലെ ബാധകമല്ല, മറ്റുള്ള ഘടകങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ. പേരിൽ 8 മാത്രമല്ലോ അല്ലല്ലോ ഉള്ളത്, വേറെ മറ്റുള്ള ലെറ്റേഴ്സും കൂടി ഉണ്ടല്ലോ. ലെറ്റേഴ്സും അക്കങ്ങൾ കൂടി ഉണ്ടല്ലോ. ഈ പെൺകുട്ടി ഈ 8ൻ്റെ പ്രത്യേകത, 8കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ 8-ാം നമ്പർ ഫ്ലാറ്റിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫർണിച്ചർ ഇടാൻ സാധ്യത കുറവാണ്. അവർ ആൻറ്റിക് ടൈപ്പൊക്കെയാണ് പൊതുവെ ധരിക്കുന്നത്, വീട് അലങ്കരിക്കുന്നത്. ഈ പെൺകുട്ടി 8 പേരിലായിരിക്കാം. ഒരുതരം പുരാവസ്തു മോഡലുള്ള മാലകളൊക്കെ അവിടെ വിറ്റുകൊണ്ടിരുന്നത്. മുത്തുമാലയ്ക്ക് ഗോൾഡൊന്നും അല്ലല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതൊന്നും അല്ലല്ലോ, പഴയ രീതിയിലുള്ളത്. പ്രത്യേകിച്ച് രുദ്രാക്ഷമൊക്കെ വിറ്റിരുന്നു. അതൊക്കെ 8ഉമായിട്ട് ബന്ധമുണ്ട്. രുദ്രാക്ഷം എന്നാൽ ദൈവികമാണ്. ഈ കുട്ടിയുടെ നമ്പർ 8ആണ്. പുരാതനമാണ്, പഴമയാണ്. ഒരു വ്യക്തി വിൽക്കുന്ന ഐറ്റം കാണുമ്പോൾ നമ്മൾ ഈ ന്യൂമറോളജി പഠിക്കുന്നവർ ചിന്തിച്ചു കൊള്ളണം, മേ ബി ദാറ്റ് പേഴ്സൺ ബിലോങ്സ് ടു ഇന്ന നമ്പർ എന്ന് നിങ്ങൾ പഠിച്ചോണം. സ്ഥിരം കാണുമ്പം പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ 8ആണ് കുട്ടിയെ കണ്ട് ഇങ്ങനെയുള്ള അലങ്കാര വസ്തുക്കൾ വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആർഭാട വസ്തുക്കൾ, ഈ മുത്തുമാലയൊക്കെ വിൽക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നെത്തിച്ചത്.
ഇവർക്ക് ഭൗതികതയുണ്ട്. 8 എന്ന് പറഞ്ഞാൽ എന്താ, 2 സീറോ അല്ലേ, ഇൻഫിനിറ്റി നമ്പറാണ് 2 സീറോ ചേരുന്നത്. ഒരു കാരണവശാലും നോ പിടിക്കാൻ അവരെ എന്താ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ ആത്മീയതയും ഭൗതികതയും ഒരേ സമയത്താണ് ഉള്ളത്. 8ൻ്റെ തിന്മയുടെ ഭാഗം വരുമ്പോഴാണ് അവരാണ് ഈ പ്രശ്നക്കാർ ആയി വരുന്നത്. ഈ കുട്ടിക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ 2ൻ്റെയും കൂടി ഒരേ ലെവലിൽ കുട്ടി പോലും അറിയാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് മഹാകുംഭ് മേളയിൽ വന്നത്. 8ൻ്റെ കാര്യത്തിൽ അവർ വഴക്കുണ്ടാക്കാനും വലിയ കുഴപ്പമില്ല. ഈ കുട്ടിയുടെ അടുത്ത് ഒരു യൂട്യൂബർ വന്ന് വളരെയേറെ ഡിസ്റ്റർബ് ചെയ്തു. പല പല ആൾക്കാർ വന്നു. ഒരു യൂട്യൂബർ വന്ന് വളരെയേറെ ഡിസ്റ്റർബ് ചെയ്തിട്ട് കുട്ടിക്ക് പൈസ കൊടുക്കാൻ ഒരുങ്ങി. പൈസ കൊടുക്കുകയെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. കുട്ടിക്ക് സഹിക്ക് വയ്യാതായി. ഓവർ പ്രഷർ വരുമ്പോഴോ ആ കുട്ടി ആ ഫോൺ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു. അതാ 8ൻ്റെ പ്രാധാന്യമാണ്. ഇവരെ ചൊടിപ്പിച്ചാൽ കുഴപ്പമാണ്. ഇവരായിട്ട് ആരുടെ അടുത്തും വലിയ പ്രത്യേകിച്ച് പോകണം എന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും ലെവലിൽ ചൊടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും. ഇതാ കുട്ടി ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു. അതാണ് 8. ഈ കുട്ടിയുടെ ജനിച്ച ഡേറ്റ് 21/1/2019. 2019 ജനുവരി മാസം 21-ാം തീയതിയാണ് കുട്ടി ജനിച്ചത്. ഇപ്പോൾ 16 വയസ്സ് ഉണ്ടോ, 16 വയസ്സ്, 16ാമത്തെ വയസ്സിൽ 16 എന്ന് വെച്ചാൽ 7. ആ സമയത്താണ് കുട്ടിക്കൊരു ചേഞ്ച് വന്നത്. ചില ആൾക്കാരുടെ വിചാരം 16ഉം 25ഒക്കെ വന്നു കഴിഞ്ഞാൽ 7ഒക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെയല്ല. ആത്മീയമായ വശങ്ങളിലൂടെ പോയാൽ നമ്മൾക്ക് പുരോഗതിയേ ഉണ്ടാകുള്ളൂ. വൃത്തികേട് കാണിക്കാൻ പോകുമ്പോഴാണ് പ്രകൃതി എടുത്ത് പ്രത്യേക ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് പേര് ദൂഷ്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ 7നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് മറ്റുള്ള ആൾക്കാർക്ക് ദൂഷ്യമില്ലാതെ നിങ്ങൾ പ്രവർത്തിച്ചാൽ 7 വലിയ കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ 7 എപ്പോഴും നിങ്ങളെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. കേതുവല്ലേ. അപ്പോൾ ഈ കുട്ടിയുടെ 16ാമത്തെ വയസ്സിലാണ് ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഉണ്ടായിക്കഴിഞ്ഞല്ലോ. 21 എന്നാൽ 2 1 3 21 2ഉം 1ഉം കൂടി ചേർന്നാണ്. അപ്പം വ്യാഴമല്ലേ 3. സൃഷ്ടിസ്ഥിതി സംഹാരകനായ സ്ഥിതിയിൽപ്പെട്ടതാണ് 3 വ്യാഴം. 2 എന്ന നമ്പർ ചന്ദ്രനാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1 എന്നാൽ സൂര്യനാണ്. ചന്ദ്രൻ്റെ തണുപ്പ് മാറ്റിക്കൊണ്ടാണ് 1 എന്ന 21ലെ കാര്യമാണ്. 1 ആ കുട്ടിയെ എനർജൈസ് ചെയ്തു. അങ്ങനെ 3ലേക്ക് വന്നു. ആ 3 മഹാവിഷ്ണുവിൻ്റെ ഇതാണ്. മഹാവിഷ്ണുവിൻ്റെ തത്വം, അതായത് 2ാമത്തെ തത്വം, സ്ഥിതികാരകൻ. ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതികാരകൻ കൂടുതൽ ബ്ലെസ് ചെയ്തു. വ്യാഴത്തിൻ്റെ ദേവഗുരുവായതിൻ്റെ പേരിൽ ഏതൊരു വ്യക്തിയായാലും ശരി, പുരുഷനായാലും ആൺകൊച്ചായാലും പെങ്കൊച്ചായാലും ശരി, ജനുവരി മാസം 21-ാം തീയതി ജനിച്ചവർ തുടക്കകാലം അവർക്ക് വലിയ കടുത്ത പ്രയാസമായിരിക്കും. അപകടങ്ങളുണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. അത് ഈ കുട്ടിയുടെ കാര്യമല്ല, ഏത് വ്യക്തിയായാലും ജനുവരി മാസം 1-ാം തീയതി ഏത് വർഷമായാലും ശരി, തുടക്കത്തിൽ പ്രയാസം, പിന്നെ അപകടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം 3ൻ്റെ കണക്കാണ് അവിടെ വന്നിരിക്കുന്നത്. 2 1 3. ഇവർക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടും എല്ലാവരും കണ്ട് ശല്യമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ കുട്ടിയെ കാണുന്നത് ഇങ്ങനെ ഒരു ഫേമസ് ആയതല്ലേ. കുട്ടിക്ക് ഇനി ഇപ്പോൾ ശല്യം ബന്ധുക്കളെ കണ്ട് വളരെയേറെ പ്രയാസം ഉണ്ടാകാൻ പോവുകയാണ്. ഈ കുട്ടി ജനിച്ച ഡേറ്റ്, മാസം, വർഷം 21/1/2019. 21/1/2019 കണക്ക് കൂട്ടുമ്പോൾ 16 വരുന്നത്. വീണ്ടും കണ്ടോ അവിടെ 16 വന്നിരിക്കുന്നത്. 16 എടുത്ത് പൊക്കുകയും ചെയ്യും, എടുത്ത് അടിക്കുകയും ചെയ്യും. 8ഉം അങ്ങനെയാണ് കേട്ടോ. എടുത്ത് ഏറ്റവും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും, എടുത്ത് 8 നില പൊട്ടുക എന്നൊക്കെ കിട്ടില്ലേ. അങ്ങനെ ഈ കുട്ടിയുടെ 16ാമത്തെ വയസ്സിലാണ് ആ വിധിസംഖ്യയുടെ സ്വാധീനം ആ കുഞ്ഞിലേക്ക് എത്തിച്ചേർന്നത്. ഇവർ സത്യത്തിൽ സ്വാർത്ഥരല്ല. അവർ നിസ്വാർത്ഥരായ ആൾക്കാരാണ്, ശുദ്ധഗതിക്കാരാണ്. ആ കുട്ടി ഇനി ചതിയിലേക്ക് പെടാൻ പോവുകയാണ്. നമുക്ക് പറഞ്ഞു വരാം. 16-ാം തീയതിക്കാർക്ക് ഒരു സർഗ്ഗപ്രതിഭയുണ്ട്. ഒരു വില കൂടിയ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ തന്നെ ലാളിത്യമുള്ള വസ്ത്രം ധരിച്ചാലും ഒരു പ്രത്യേക അഴകായിരിക്കും. അത് ഈ കുട്ടിയെന്നല്ല, ആ 7, 16, 25 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് ആഡംബര വസ്ത്രം വേണ്ട. സിമ്പിൾ വസ്ത്രം ധരിച്ചാലും അതിലൊരു കലയുണ്ട്, ലാളിത്യമുണ്ട്, ഒരു ഭംഗിയുണ്ടാകും. ചില ആൾക്കാർ എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും എന്തോ ഒരു അപാകതയുണ്ടാകും. ചില ആൾക്കാർക്ക് പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല.
ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം ധരിച്ചാലും നല്ല അഴകായിരിക്കും. ഈ കുട്ടിയെ സംബന്ധിച്ച് അന്ന് വന്നപ്പോൾ നിസ്സാരമായ ചെറിയ വില കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചത്, എന്നാലും അഴകുണ്ടല്ലോ. ആ വസ്ത്രം ആ കുഞ്ഞിന് അത്ര കണ്ട് സ്യൂട്ടബിളാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് 16 അവർ ആഭരണ എന്താ വസ്ത്രങ്ങളിലൊക്കെ പ്രാധാന്യം കൊടുക്കാറില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഇവർ ഒരിക്കലും ഇതൊക്കെ വെൽ ഡ്രസ്ഡായിട്ട് വന്നു കഴിഞ്ഞാൽ അല്പം കൂടി റിച്ച് ലുക്കും ഉണ്ടാവുകയും ചെയ്യും. ഈ കുട്ടിയെ മാത്രം എടുക്കേണ്ട കേട്ടോ. ഇത് ഓരോ കാര്യങ്ങളും മോണലിസയെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വിധിസംഖ്യ 16 വന്നു കഴിഞ്ഞാൽ പാണ്ഡിത്യം ഉണ്ടാവും പല കാര്യങ്ങളിലും. ഈ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഒന്നുമില്ല, പക്ഷേ പാണ്ഡിത്യം ഉണ്ടാകും. 16-ാമത്തെ വയസ്സ് ജീവിതം ആരംഭിക്കുന്നില്ലേ ഉള്ളൂ. ഇനി ആ കുട്ടി ലോകം കാണാൻ പോവുകയാണല്ലോ. അനുഭവജ്ഞാനം, അതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. പുസ്തകങ്ങളിലെ 2 കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രമല്ലല്ലോ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാതെ തന്നെ അവരിലേക്ക് പാണ്ഡിത്യം എത്തിച്ചേരും. ആ കുട്ടിയുടെ 16 എന്നുള്ള വിധിസംഖ്യ ഏറ്റവും നന്നായിട്ടുണ്ട്. ഇനി ആ കുട്ടിയുടെ മോണോലിസ എന്ന പേരിൻ്റെ വാല്യൂ എത്രയാണ്? 25. 25 അപകടമാണെന്നല്ലേ നമ്മളെപ്പോഴും കണക്ക് കൂട്ടുന്നത്. പക്ഷേ 25 കുട്ടിയെ സംബന്ധിച്ച് സ്പിരിച്വലായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെയാണ്? മഹാകുംഭമേളയിലാണ് കുട്ടിയുടെ കാര്യങ്ങൾ പൊതുവെ ലൈഫിലൊരു കൺവേർട്ടായിരിക്കുന്നത്. അപ്പോൾ 25 ആ പുണ്യ സ്ഥലം ആയതിൻ്റെ പേരിൽ കുട്ടിയിലേക്ക് എത്തിച്ചേർന്നു, അതിൻ്റെ പോസിറ്റീവ് വശം. എന്നാൽ ഈ കുട്ടി ഈ കുട്ടി എന്നല്ല ആരായാലും ശരി, ഒരു മദ്യശാലയിലോ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷത്തിലോ ആണെങ്കിൽ കുറ്റവാളിയാകും. സമൂഹത്തിന് മുന്നിലും നിയമപരമായിട്ടും കുറ്റവാളിയാകും. ഈ കുട്ടി ഒരു വിർജിൻ ഏരിയയിലാണ് വന്നത്. ആ വിർജിൻ ഏരിയയിൽ വന്നതിൻ്റെ പേരിൽ കുട്ടിക്ക് പ്രശസ്തി കിട്ടി. അതാ 25. കുട്ടിയുടെ പേരിൽ MONALISA, ആ മോണലിസ എന്നുള്ള പേരിൻ്റെ വാല്യൂവിൽ ഉള്ള 25 സഹായിച്ചത്. പക്ഷെ പൊതുവേ 25 ഭാഗ്യസംഖ്യ അല്ല കേട്ടോ. ഈ നമ്പർ ആത്മീയത, സ്പിരിച്വാലിറ്റി വർദ്ധിച്ചതാണ്. 144 വർഷം കൂടിയപ്പോഴുള്ള മഹാകുംഭമേളയിലാണ് ഈ കുട്ടി അവിടെ വന്നിരിക്കുന്നത്. 25ൻ്റെ പ്രത്യേകത ജലവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും. ഞാൻ പല ആൾക്കാരോടും കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ എത്രയാണ് ഇന്ന ഡേറ്റിൽ 7, 16, 25 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഡു യു ഹാവ് എനി വാട്ടർ പ്രസൻസ് ഇൻ യുവർ ഹോം എന്ന് ചോദിക്കാറുണ്ട്. ഒട്ടുമിക്കവരും പറയാറുണ്ട് കിണറല്ലാതെ കുളം അല്ലെങ്കിൽ ഒരു ആറ്, തോട് എന്തെങ്കിലും ഉണ്ടാകും. ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 7. ഈ കുട്ടിയെ വന്നത് എവിടെയാണ്? മഹാകുംഭമേളയിൽ സ്നാനഘട്ടിലാണ് വന്നത്. അതും ആ കുട്ടിയെ വളരെയേറെ സഹായിച്ചു. ഈ 25ൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ 7ൻ്റെ പ്രത്യേകത, അവരെപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടാകും. വാഹനത്തിനോടൊക്കെ ലേശം കമ്പം ഉണ്ടാകും, പൊതുവേ ഉണ്ടാകും. യാത്രയൊക്കെ എപ്പോഴും ഇഷ്ടമാണ്. ഈ കുട്ടി ഇൻഡോറിൽ നിന്നും ഇവിടെയാണല്ലോ വന്നത്. പ്രയാഗ്രാജിൽ യാത്ര ചെയ്ത് വന്നതാണല്ലോ. വീടിൻ്റെ തൊട്ടുമുറ്റത്തുള്ള അമ്പലമല്ല, ക്ഷേത്രമല്ലല്ലോ. നമ്മളുടെയൊക്കെ നാട്ടിൽ ഉത്സവം ഉണ്ടെങ്കിൽ തൊട്ടുമുറ്റത്തൊരു അമ്പലം കാണുമായിരിക്കും, അല്ല സ്വന്തം നാട്ടിൽ. ഇത് അങ്ങനെയല്ല, ഇൻഡോറിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് വന്നതാണ്, യാത്ര ചെയ്താണ് വന്നത്. അപ്പോൾ യാത്ര ഈ 25 ബന്ധപ്പെട്ടതാണ്. ഈ ഓക്കൾട്ട് സയൻസ്, നിഗൂഢശാസ്ത്രം വളരെ വിശാലമാണ് കേട്ടോ. നിങ്ങൾ ഇത് ഓരോ കാര്യങ്ങളും പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഡയറിയിൽ എഴുതിയിടണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. 25 വന്നതിൻ്റെ പേരിൽ ഈ കുട്ടി മിക്കവാറും ഒരു ഭാവിയിലൊരു ബിസിനസ് കച്ചവടത്തിനോട് താല്പര്യം ഉണ്ടാകും, മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പൊട്ടുകയും ചെയ്യും, പൊട്ടിപ്പൊളിയുകയും ചെയ്യും. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ഭാവിയിലെ കാര്യമാണ് പറഞ്ഞത്. ആരെങ്കിലും ഒന്ന് പാർട്ട്ണർഷിപ്പിൽ വരും. കുട്ടിയുടെ ഈ പൈസ അമിതമായിട്ടുണ്ടാകുമ്പം ആരെങ്കിലും ഒന്ന് പറയുകയും അങ്ങോട്ട് തല വയ്ക്കുകയും പിന്നീട് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകും ഈ കുട്ടി കച്ചവടത്തിലേക്ക് പോയാൽ. കച്ചവടത്തിലേക്ക് പോകുക മാത്രമല്ല, 25ൻ്റെ പ്രത്യേകത, ഇവർക്ക് ഈ ദാമ്പത്യ ജീവിതത്തിൽ ലേശം സുഖയില്ലായ്മ ഉണ്ടാകും. കാരണം ഇവരെ സ്പിരിച്വാലിറ്റിയാണ്. ഇവരുടെ ഇന്നർ മൈൻഡ് എപ്പോഴും വിളിക്കുന്നത് പ്രകൃതിയിലെ പോസിറ്റീവ് എനർജിയെ വിളിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഇവർക്ക് ഭൗതികതയും കുടുംബജീവിതത്തിനോടും അത്ര കണ്ട് താല്പര്യം ഉണ്ടാകത്തുമില്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കാരണം അതിനെയൊക്കെ നല്ല സ്പിരിച്വലായിട്ടുള്ള ദൈവികമായ പ്രസൻസ് മേടിക്കാൻ നോക്കൂ, അവരുടെ ബ്ലെസ്സിങ്സ് മേടിക്കാൻ നോക്കൂ. എല്ലാ രീതിയിലുമുള്ള ജീവിതം നമുക്ക് സൗഭാഗ്യപ്രദമാക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നിരാശരൊന്നും ആകരുത്. ഓരോരോ പോയിൻറ്റ്സ് അല്ലേ പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ കണ്ട് മുന്നോട്ട് പോയാൽ നന്നായി വരുമല്ലോ. 25 പേരിൽ വന്നതിൻ്റെ പേരിൽ കലാപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. പിന്നെ കുട്ടിയുടെ പേരിൽ മോണലിസ എന്ന പേരിൽ 8,
വാല്യൂ 25. 25 തൊട്ട് എത്രയാണ് 33. 33 പറ്റി അറിയാമല്ലോ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേരിൽ 33 കൊണ്ടുവന്നത്. ഐമൻ അജിത്ത്. അത് മഹാലക്ഷ്മിയുടെ നമ്പറാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആഹാരം, വസ്ത്രം. ഞാൻ പിന്നെ ആഹാരത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, വസ്ത്രത്തിനും ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നേടാൻ പറ്റും വ്യത്യസ്തമായ രീതിയിൽ. യാത്ര, വാഹനം. എനിക്ക് വിലയേറിയൊരു വാഹനമുണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. താല്പര്യമുള്ളവർക്ക് അതൊക്കെ നേടാം 33 വന്നാൽ. മഹാലക്ഷ്മി അല്ലേ, കുബേരൻ്റെ നമ്പറാണ് 33. ഈ കുട്ടിയിലേക്ക് ഇപ്പം കണ്ടോ, നമ്മൾ തന്നെ കണ്ടല്ലോ, വെറും മാല വിറ്റാൽ എന്ത് പൈസ കിട്ടാനുണ്ടാ. വളരെ സാമ്പത്തിക പ്രയാസമുള്ള കുട്ടിക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്തെല്ലാം കൊടുത്തു എന്ന് നിങ്ങൾ ലൈവായിട്ട് കണ്ടതല്ലേ. അത് ഇന്നത്തെ വീഡിയോയിലില്ല, നാളെ ഉണ്ടാവുള്ളൂ, കാരണം ലെങ്തി വീഡിയോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയിലേക്ക് 33 വന്നതിൻ്റെ പേരിൽ, കുട്ടിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 8ഉം 25 8 33 വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ വന്നതെന്നുള്ള തെളിവാണ്. ഇതാണ് ന്യൂമറോളജി എന്ന ശാസ്ത്രം. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല. 33 മഹാലക്ഷ്മി എല്ലാവരും. ഈ 33 ഇപ്പോൾ ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയുന്നു. ഇനി എഡ്യൂക്കേഷൻ കിട്ടും. കുട്ടിയെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പും ഉണ്ടായി. ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണല്ലോ, നിങ്ങളും കണ്ടതാണല്ലോ. ആ 33 ആ കുട്ടിയെ മഹാലക്ഷ്മി ആ കുട്ടിയെ എഡ്യൂക്കേഷൻ കൊടുക്കും, എന്തെങ്കിലും കൊടുക്കും. ഈ വെൽത്ത്, പോപ്പുലാരിറ്റി എല്ലാം കൊടുക്കുന്നു. ഏറ്റവും വലിയ ദൂഷ്യം അറിഞ്ഞിരിക്കണം, 33 കുട്ടിയുടെ പേരിൽ വാല്യൂ ഇല്ല, ടോട്ടൽ വന്നിട്ടുണ്ട്. എന്നാൽ 3-ാം തീയതി ജനിച്ച ആൾക്കാർക്ക് ഇത് അത്ര സപ്പോർട്ടല്ല. ഈ കുട്ടി ജനിച്ച എന്നാണ് 3-ാം തീയതി 21. 21-ാം തീയതി ജനിച്ച കുട്ടിക്ക് ടോട്ടൽ വാല്യൂ എടുത്ത 33 അത്ര സപ്പോർട്ടല്ല. ഈവിൽ എഫക്റ്റ് ഉണ്ടാവും. അതായത് കുട്ടി ഇതിലൂടെ നേടിയ പല കാര്യങ്ങളും ഭാവിയിൽ നഷ്ടപ്പെടാം. ചില ആൾക്കാർ പേരിൽ മാറ്റം വരുമ്പോഴും 33ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. 3-ാം തീയതിക്കാർക്ക് പറ്റത്തില്ല. 3, 12, 21, 33 തീയതികളിൽ ജനിച്ചവർ 33 എന്ന നമ്പറിലേക്ക് പോകരുത്. ഈ കുട്ടിക്ക് മറ്റുള്ള ചില 8 ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പം കുട്ടിക്ക് ഇങ്ങനെ ആയത്. 8ഉം 25ൻ്റെ പേരിലാണ് 33 എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആയത്. പക്ഷേ ഈ സാമ്പത്തികം കുറച്ച് നഷ്ടപ്പെടുക കുട്ടിക്ക്. ഈ കുട്ടി എവിടെയാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്? മഹാകുംഭമേളയിൽ വന്നപ്പോഴാണ്. മഹാകുംഭമേളയുടെ അക്ഷരങ്ങളുടെ എണ്ണം 13. MH കുംഭമേളയല്ല കേട്ടോ, കുംഭമേള എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളികളാണ് കുംഭമേള എന്ന് പറയുന്നത്. മഹാകുംഭമേളയിൽ 13 അക്ഷരങ്ങളാണുള്ളത്. ആ കുട്ടിയുടെ പേരിൽ എത്ര ലെറ്റേഴ്സാണ് ഉള്ളത്? 8 അല്ലേ? 13 8ഉം 21. കുട്ടിയുടെ ഭാഗ്യസംഖ്യ എത്രയാണ്? 21, 3. ആ ഭാഗ്യസംഖ്യ കുട്ടിയെ തുണച്ചു. മഹാകുംഭമേളയിലെ 13 ലെറ്റേഴ്സും ഈ കുട്ടിയുടെ മോണാലിസ എന്ന പേരിലെ 8 ലെറ്റേഴ്സും കൂടിയായപ്പോൾ 21 വന്നു. ആ കുട്ടിയുടെ ഭാഗ്യസംഖ്യ സഹായിച്ചു. മഹാകുംഭമേളയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 43. ഉണ്ടോ? ഇത്രയും ലോകപ്രശസ്തമായ ഒരു മതപരമായ ചടങ്ങ് നടക്കുന്ന, ലോകത്തിൽ ഏറ്റവും വലിയ നമ്പർ 1 ചടങ്ങ് നടക്കുന്ന, അത് എസ്പെഷ്യലി ഈ മഹാകുംഭമേള, ആ നമ്പർ 43 സ്പിരിച്വാലിറ്റിയാണ്. എത്ര തെളിവ് തന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 7 എപ്പോഴും സ്പിരിച്വാലിറ്റിയാണ്. മഹാകുംഭമേളയുടെയും വാല്യൂ 43 ഡിവൈൻ നമ്പർ. പതിമൂന്ന് 20 അതെ. കുട്ടിയുടെ 21 വന്നല്ലോ. മഹാകുംഭമേളയുടെ 13 കുട്ടിയുടെ പേരായ 28 കൂടി വന്നപ്പോൾ 21 ബർത്ത്ഡേറ്റിലേക്ക് വന്നു. 21 പറ്റി ഇനി പറയണ്ടല്ലോ, ബോറടിക്കില്ലേ. 21 മീൻസ് 2 ചന്ദ്രനാണ്, തണുപ്പാണ്. അതിനോടൊപ്പം ചേർന്ന 1 സൂര്യനാണ്. ചന്ദ്രൻ്റെ തണുപ്പിനെ മാറ്റിക്കൊണ്ട്, ആ ആലസ്യത്തെ മാറ്റിക്കൊണ്ട്, കാൽപ്പനികതയെ മാറ്റിക്കൊണ്ട്, ഇമാജിനറി വേൾഡിനെ മാറ്റിക്കൊണ്ട് സൂര്യൻ ഉണർവോടുകൂടി വന്ന് 3ലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം അവിടെ വന്നു. മുമ്പേ ഒന്ന് പറഞ്ഞതാണ്. ഈ കുട്ടിയുടെ പേരിനകത്ത് 25 വാല്യൂ വന്നത്. മോണലിസ. മഹാകുംഭമേളയുടെ വാല്യൂ എത്രയാണ്? 43. 43ഉം 25 കൂടി ചേരുമ്പോൾ 43 + 25 68. 68 6 8 എത്രയാണ്? 14. 5 ഭാഗ്യം. 5 എപ്പോഴും സമ്പത്തുമായിട്ട് ബന്ധമാണല്ലോ. കുട്ടിക്ക് സമ്പത്ത് കിട്ടിയല്ലോ. കേവലം ഒരു മാല വിറ്റ് നടന്ന കുട്ടി ഉപജീവനമാർഗം കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് ഇമ്മീഡിയറ്റായിട്ട് പണം കൊണ്ട് കിട്ടി. 68 അതിൻ്റെ കാര്യം.
മഹാകുംഭമേളയിൽ. ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും പോയി കൊച്ച് അറ്റൻഡ് ചെയ്താൽ ഇത് ലഭിക്കണമെന്നില്ല. ഇവിടെ ആ സംഖ്യ സഹായിച്ചു. 68 8 × 14 സഞ്ചാരം പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇൻഡോറിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് യാത്ര ചെയ്തു എന്നാണ് സഞ്ചാരം പറയുന്നു. ധാരാളം സമ്പർക്കം, പൊതുജനങ്ങൾ സമ്പർക്കം ഉള്ള സ്ഥലമാണ് ഈ മഹാകുംഭമേള. അവിടെ വെച്ചാണ് കുട്ടിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. ഭാഗ്യദേവയുടെ സാന്നിധ്യം. ഇനി ഇതിനകത്തുള്ള ഒരു ചെറിയ ദൂഷ്യമുണ്ട്. അല്പം ആഗ്രഹം കൂടും, അമിതമായ ആഗ്രഹം. പണം വേണം എന്നുള്ള ചിന്ത ഈ കുട്ടിക്കുണ്ടാകും. പിന്നെ വലിയ മച്യൂരിറ്റി ആയില്ലല്ലോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ കരിങ്കാളിയായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ 68ൻ്റെ സ്വാധീനം വന്നിട്ടുണ്ടെന്ന്. ധാരാളം പേരിനോട് പറയും, എല്ലാവരും ദക്ഷിണ അയക്കും. ഇപ്പോൾ ഓവർ വേർഡനായിട്ട് നിൽക്കും. എനിക്ക് ശരിക്കും പറയാം, തല പൊക്കാൻ മേലാത്ത രീതിയിൽ, അനങ്ങാൻ പാടില്ലാത്ത രീതിയിൽ എനിക്കും ബാധ്യതയല്ല, എൻ്റെ കർമ്മമാണ്. 18 മണിക്കൂർ വർക്ക് ചെയ്തിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് രാവിലെ 2 ചപ്പാത്തി കഴിച്ച് ഈ നിമിഷം വരെ പ്രത്യേകിച്ച് ആഹാരം കഴിച്ചിട്ടില്ല. ഈ നിമിഷം വരെ കുറച്ച് പച്ചവെള്ളം കുടിച്ചു എന്നുള്ളതല്ലാതെ ആ 2 ചായയും കുടിച്ചു. ആഹാരം കഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല. അതാണ് ഈ 68 എന്നിലും വന്നു. കരിങ്കാളിയായിട്ടുള്ള ബന്ധമുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം. അങ്ങനെ 68 വന്നാൽ ഓവറായിട്ട് നമുക്ക് ബാധ്യത അവനവനങ്ങ് ഏറ്റങ്ങ് എടുക്കും. പക്ഷേ എല്ലാം ചെയ്തു കൊടുക്കും, ആരെ പറ്റിക്കത്തൊന്നുമില്ല. 68 വന്നാൽ നല്ല ചുറുചുറുക്കൂടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 68 എപ്പോഴും നല്ലതാണ്. എന്ത് വന്നാലും ഞാൻ ആ ജോലി ചെയ്തിരിക്കും, ഏറ്റെടുക്കുമെന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട പണികളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. ഈ കുട്ടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പിന്നെ സ്വത്തുക്കൾ ഉണ്ടാവും, സന്തോഷം, എല്ലായ്പ്പോഴും പൊതുവെ ഒരു ഹാപ്പി ലൈഫായിരിക്കും 68 പേർക്ക്. ഇനി മഹാകുംഭമേളയുടെ അക്ഷരങ്ങളുടെ എണ്ണമായ 13ഉം വാല്യുവായ 43 കൂടി ചേരുമ്പോൾ എത്രയാണ്? 56. ഈ കുട്ടിയുടെ പേരിൽ വന്നിരിക്കുന്നത് 33 അല്ലേ. മോണാലിസയുടെ 8ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 8ഉം വാല്യുവായ 25 കൂടി ചേരുമ്പോൾ 33 മഹാകുംഭമേളയുടെ 56 കൂടി ചേരുമ്പോൾ 89. 8 9ഉം 8 എന്നാൽ ശനിയാണ്, 9 എന്നാൽ കുജൻ ചൊവ്വ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എത്രയാണ്? 17. 8. ആ കുട്ടിയുടെ പേരിനകത്ത് അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഇൻഫിനിറ്റി നമ്പറിലേക്ക് വീണ്ടും അവിടെ ചെന്നു. ഈ 8ൻ്റെ 9ൻ്റെ സംയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളതാണ്. ശനിയും മുരുകനും, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ, ചൊവ്വ, മാറ്റ്സ്, MARS മാറ്റ്സ്. 8നെ സൂചിപ്പിക്കുന്നത് അഷ്ടദുർഗയാണ്. അഷ്ടദുർഗയെപ്പറ്റി അറിയാവുന്നവർക്കറിയാം ആരാണെന്ന്. ദുർഗമമായ കാര്യങ്ങളെല്ലാം മാറ്റുന്നവളാണ് ദുർഗ. എത്ര പ്രയാസം ഉണ്ടെങ്കിലും ശരി, എല്ലാത്തിനും അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അഷ്ടദുർഗ. 9 നവലക്ഷ്മിയെ കാണിക്കുകയാണ്. ഈ കുട്ടിയുടെ പേരിൻ്റെ ടോട്ടൽ വാല്യുവായ 33ഉം കുംഭമേളയുടെ 56 കൂടി ചേർന്നപ്പോൾ കിട്ടിയ 89 കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ അഷ്ടദുർഗയും നവലക്ഷ്മിയും കൂടി ചേർന്നപ്പോൾ അവർ തമ്മിൽ ചേരുന്ന കോമ്പിനേഷൻ്റെ പേരാണ് സരസ്വതി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ. നമ്മളുടെ സരസ്വതി ദേവി ആഗ്രഹിക്കും അവരുടെ സാന്നിധ്യം വേണമെന്ന്. ഈ അഷ്ടദുർഗയും ഇവർ രണ്ടുപേരും കൂടി ചേരുന്നതാണ് സരസ്വതി. സരസ്വതി വന്നാൽ അപാര വിജയമായിരിക്കില്ലേ? സരസ്വതി വന്നാൽ അവിടെ ധനലക്ഷ്മിയും കൂടി വന്നിരിക്കും. അത് ആ കുട്ടിയിലേക്ക് എത്തിച്ചേർന്നു. ആ കുട്ടിയുടെ ഒഫീഷ്യൽ നെയിം സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ പറയുന്നത് മോനി ബോൺസ്ലെ എന്നാണ്. MONI മോനി, BHONSLE മോനി ബോൺസ്ലെ. അക്ഷരങ്ങളുടെ എണ്ണം 11. 11 എന്നാൽ 1 ചേർന്നതായി, 2 ചേർന്നതാണ്. 2 ചേർന്നാൽ എപ്പോഴായി? 2 കഴിവുകൾ ഇല്ലാതാകും. നമ്മുടെ പേരിൽ അക്ഷരങ്ങളുടെ എണ്ണം 11 അല്ലെങ്കിൽ ഏതെങ്കിലും ലെവലിൽ 11 വന്നു കഴിഞ്ഞാൽ കഴിവുകളെ അത്ര നല്ല ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഒരു തണുത്ത നമ്പറായിട്ടുണ്ട് 2. അതിൻ്റെ പേരിൽ അവർക്ക് പരീക്ഷണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. എവിടെയും പരീക്ഷണങ്ങളാണ്. ഇവർ ഈ പറഞ്ഞ പോലെ ഈ കാൽപ്പനിക ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുക, ഒരു വ്യക്തി പറയുക, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ നായകനാണെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ പെൺകുട്ടിയാണ് നായികയുടെ റോളാണ് എനിക്ക് കിട്ടുന്നതെന്ന്. ഒരു പക്ഷേ ഏതെങ്കിലും ഹോട്ടലിൽ 10 15 പേര് വരുന്നിടത്ത് അവിടെ പോയി ഇരിക്കാനായിരിക്കും
ഡയറക്ടർ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസിൽ 10, 100, 1000 പേരുള്ളപ്പം അതിനകത്ത് ഒരാളായിട്ടിരിക്കാൻ എനിക്ക് ഇവർക്ക് അവസരമുള്ളൂ. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ചിന്തിക്കും ഇങ്ങനെ, മിക്കവാറും നായകനായിരിക്കും അല്ലെങ്കിൽ നായികയായിരിക്കുന്നു. അത് 11ൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ബി പ്രാക്ടിക്കൽ, പ്രായോഗികമായിട്ട് ചിന്തിക്കുക. പിന്നെ 11 വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റും കേട്ടോ. കാരണം കലാപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പരീക്ഷണങ്ങളും. പിന്നെ ഈ 2 1 വന്നു കഴിഞ്ഞാൽ അല്പം ബുദ്ധിശക്തി കുറവെന്ന് പറയാം. ചിന്തിക്കത്തില്ല. കാരണം ഇതാണ്, സാങ്കല്പിക ലോകത്ത് ജീവിക്കും. നല്ല ബുദ്ധിയുള്ളൊരു സാങ്കല്പിക ലോകത്ത് ജീവിക്കത്തില്ല. സാമ്പത്തിക പുരോഗതി കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും. 11 വന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പഠിക്കുന്ന ഇത്രയൊന്നും അവർ പഠിക്കത്തില്ല. ഈ കുട്ടി കണ്ടോ, സ്കൂൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. മോനി ബോൺസലെ എന്ന പേരിൽ നമ്മളിപ്പോൾ അറിയുന്നത് മോണോലിസയാണ്. ഇതിപ്പോൾ മോനി ബോൺസലെയാണ് കുട്ടിയുടെ ശരിയായ പേരെന്നാണ് പറഞ്ഞത്. സ്കൂളിലെ റെക്കോർഡല്ല, മറ്റേ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉള്ള പേരാണത്, ഈ മോനി ബോൺസലെ. ഈ കുട്ടിയുടെ പേരിനകത്ത് വാല്യൂ എത്രയാണ്? 47. 4 7 കൂടി ചേർന്നാൽ രാഹുവും കേതുവും. രാഹു 4, 7 കേതു. ഇത് രണ്ടും കൂടി ചേർന്നാൽ കലകളിൽ താല്പര്യമുണ്ടാകും, കലാപരമായ കാര്യം. ഇപ്പോൾ കുട്ടിക്ക് ഇത് കലാപരമായിട്ടുള്ളൊരു ഓഫർ വന്നിട്ടുണ്ട്. അത് നാളത്തെ വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് ലെങ്തി വീഡിയോ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ബഹുജന സമ്പർക്കം ഉണ്ടാകും. ഇനി പലരുടെയും ദൂഷണം ഉണ്ടാകും, വെറുപ്പുണ്ടാകും കുട്ടിക്ക്. ആ പേര് കുട്ടിയുടെ കൂട്ടത്തിലുണ്ടല്ലോ, സൈലൻ്റ് ആണെങ്കിലും. ഇന്നിപ്പോൾ കണ്ടു ആ കുട്ടിയെപ്പറ്റി പറഞ്ഞപ്പോൾ ചില ആൾക്കാർ, നമ്മുടെ മലയാളികളായ ആൾക്കാർ, നമ്മുടെ അനിയന്മാരോ ചേട്ടന്മാരോ ആരെങ്കിലും ആട്ടെ, അവർ ആ കുട്ടിയെപ്പറ്റി എത്ര മോശമായിട്ടൊക്കെയാണ് പറയുന്നറിയോ? വളരെ മോശമായിട്ട്. ആ കുട്ടിയെ 16 വയസ്സുള്ള ആ കൊച്ച് ആരോട് എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ഈ മക്കൾ, ഈ സന്താനങ്ങൾ, ആ ഒരു ദോഷവും ചെയ്യാത്ത ഒരു സാധുവായ പെൺകുട്ടിയെ, ഒരുപക്ഷെ 3 നേരം സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത, നല്ല വസ്ത്രം ധരിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത കുട്ടി ഇന്ന് ബോച്ചലെടുത്ത് വരുന്നതിനെപ്പറ്റി, ആ കുട്ടിയെപ്പറ്റി വളരെ വൾഗറായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടതാണ് കേട്ടോ, വായിച്ചതാണ്. അതാ കുട്ടിയുടെ അവിടെ അങ്ങ് പമ്മിക്കിടക്കുന്ന, പതുങ്ങിക്കിടക്കുന്ന, സൈലൻ്റായിട്ട് കിടക്കുന്ന, നിഗൂഢമായിട്ട് കിടക്കുന്ന കുട്ടിയുടെ മോനി ബോൺസലെ എന്നുള്ള പേരിനകത്തുള്ള ആ ലെറ്റേഴ്സാണ്. 47. ഇങ്ങനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കേരളത്തിൽ നിന്നുകൊണ്ടും ഇങ്ങനെ പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് ഇനങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇപ്പോഴും ഉണ്ട്. മറ്റുള്ളവർ നന്നാവാൻ അനുവദിക്കത്തില്ല. ആ കൊച്ചിന് ബോച്ച എന്ത് കൊടുത്താലും എന്താ, ഇവർക്കെന്ത് വിഷയം? ഈ കുട്ടിയെക്കാളും സുന്ദരികളായ ആൾക്കാർ കാശ്മീരിലുണ്ടെന്നാണ് പറയുന്നത്, 6 അടി പൊക്കമുണ്ടെന്ന്. അതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ മികച്ച രീതിയിൽ ഇവിടെ വരാൻ പറ്റുന്നില്ല? അപ്പോൾ നമ്മളാരും, നിങ്ങൾ ഈ സ്റ്റുഡൻസ്, നമ്മുടെ ഈ ക്ലാസ് പഠിക്കുന്നവരാരും മറ്റുള്ളവരെ പറ്റി മോശം പറയില്ല എന്നെനിക്ക് വ്യക്തതയുണ്ട്. നമ്മളങ്ങനെ ചെയ്യുകയും ചെയ്യരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. നന്നാകുന്നവർ നന്നാകട്ടെന്ന്. മറ്റുള്ളവനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പുരോഗതിയും കിട്ടത്തില്ല. ദൈവം അവരോടൊപ്പം വരത്തില്ല. പ്രകൃതി ശക്തികൾ അവരെ ശപിച്ചു വിടത്തേ ഉള്ളൂ. ഇനി ഈ കുട്ടിയുടെ പേരിനകത്ത് മോനി ബോൺസലെ എന്നുള്ള ഔദ്യോഗികമായ പേരിനകത്ത് 11 ലെറ്റേഴ്സും അക്ഷരങ്ങളുടെ വാല്യൂ ആയ 47 കൂടി ചേരുമ്പോൾ എത്രയാണ്? 58. 58, 8 5 5 8 13. 13 അറിയാമല്ലോ അതിൻ്റെ ദൂഷ്യവശങ്ങൾ. പക്ഷേ ഇവർക്ക് മതപരമായ വിശ്വാസം വന്നാൽ മതപരമായ വിശ്വാസത്തെ മുറുകെ പിടിക്കും. മറ്റുള്ളവരാരും തള്ളിക്കളയത്തില്ല. എൻ്റെ പേരിൽ 13 ലെറ്റേഴ്സുള്ളൂ. എനിക്ക് മതപരമായ വിശ്വാസം ദൃഢമായിട്ടുണ്ട്. നമ്മുടെ ചാനലിലെല്ലാം പറയാറുണ്ടല്ലോ. പക്ഷേ വേറെ ആരെപ്പറ്റിയെങ്കിലും ഒരു ഭവിഷ്യത്ത് പറയാറുണ്ടോ? ആരെപ്പറ്റി പറയത്തില്ല. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസമാണ്, നിങ്ങൾ ആ വഴിക്ക് വെക്കൂ. അങ്ങനെ ഒരു സ്പ്ലിറ്റിങ് എനിക്ക് ഉണ്ടായിട്ടുമില്ല ഈ നിമിഷം വരെ. കാരണം മറ്റുള്ളവരെല്ലാവരെയും മാനിക്കുകയാണ്. ഈ മാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു ഔപചാരികമായ വാക്കായിട്ട് എടുത്തു. എല്ലാവരും മാനിക്കുന്നു, മതേതരത്വമാണെന്ന്. അതല്ല. എന്നെ കാണാനായിട്ട് നാനാജാതി മതസ്ഥര വരുന്നത്. അവർ തരുന്ന 2 രൂപ കൊണ്ട് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എന്തിനങ്ങനെ ചെയ്യുന്നു? ഏതാണ്ട് 25 to 30% മറ്റുള്ള മതസ്ഥരാണ് വരുന്നത്. ടോട്ടൽ എടുക്കുമ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് 50% മറ്റുള്ളവരെ വരുന്നത്. അവർ തന്നെ പൈസ കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം 58 ആ കുട്ടിയുടെ പേരിൽ വന്നുകൊണ്ട് മതവിശ്വാസം കയറും. കുട്ടി എവിടെയാണ് പോയത്? കുട്ടിയുടെ ജീവിതത്തിൽ മാറ്റം വന്നത് എവിടെയാണ്? മഹാകുംഭമേളിൽ 13 മതപരമായ സ്ഥലമാണത്. അല്ലാതെ ഒരു രാഷ്ട്രീയ സമ്മേളനമല്ലായിരുന്നു. ഒരു സിനിമാശാലയോ ആഹാരശാലയോ അല്ലെങ്കിൽ ഹോട്ടലോ ഒന്നുമല്ല. ഒരു സർക്കസ് കേന്ദ്രമോ ഒന്നുമല്ല. സിനിമാ തിയേറ്ററല്ല. മതപരമായ വിശ്വാസമുള്ള സ്ഥലത്താണ് വന്നത് കുട്ടി. 58 ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇതിൻ്റെ പേരാണ് നിഗൂഢശാസ്ത്രം. പ്രകൃതി ശക്തികൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ എങ്ങോട്ടെങ്കിലും ആനയിക്കും, നയിക്കും. അത് നല്ലതാകാം, അപകടത്തിലുമാകാം.
എനിക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി വേണമെങ്കിൽ പറയാം. ന്യൂമറോളജിയായിട്ട് ബന്ധമൊന്നുമില്ല. പ്രകൃതി ശക്തികൾ എന്നെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് ഒരിക്കലും എൻ്റെ മരണം വരെ ആയതാണ്. ബാല്യത്തിലാണ്. ബാല്യം മീൻസ് ഒരു 25 സോറി ഒരു 21 ഏജിൽ അവൻ പറയാം ഈ കുട്ടിയെ അങ്ങോട്ട് എത്തിച്ചു. നമ്മൾ കണ്ട കാര്യമാണ്. 58 അതിൻ്റെ കാര്യം. എല്ലാ രീതിയിലും ലാഭം ഉണ്ടാകും, ശത്രുക്കളുണ്ടാകും. ആ കുട്ടിയുടെ അവിടെ വെച്ച് ശത്രുത ഉണ്ടായല്ലോ. ഒരു യൂട്യൂബർ വന്ന് കുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്തു. കുട്ടി ആ വ്യക്തിയുടെ മൊബൈൽ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. ആ ശത്രുത ഉണ്ടായല്ലോ. അത് 58 പ്രത്യേകതയാണ്. 8×5 13കാരുടെ അടുത്ത് അല്ലെങ്കിൽ 58കാരുടെ അടുത്ത് നിന്നും പോയി വെറുതെ കലാപം ഉണ്ടാക്കാൻ നോക്കരുത്. നരുന്ന് പോലത്തെ പെങ്കൊച്ചാണെന്ന് നോക്കത്തില്ല. ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്തിരിക്കും. കുട്ടിക്ക് അപമാനം, അപകഷ്ടമാണ്. പിന്നെ ഇത് ദൂരയാത്ര, ഇതെല്ലാം പറയുന്നുണ്ട്. ഇത്രയും ആ കുട്ടിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഈ കുട്ടിയെ ആരാണ് കണ്ടുപിടിച്ചത്? ബോച്ചയൊന്നുമല്ല, നമ്മളാരുമല്ല കണ്ടുപിടിച്ചത്. ഒരു വീഡിയോഗ്രാഫർ. അദ്ദേഹത്തിൻ്റെ പേര് ശിവം ലഖാറ. SHIVAM, ശിവം ലഖാറ, LAKHARA. ശിവം ലഖാറയാണ് ഇരുട്ടിൽ നിന്നും ആ കുട്ടിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ശിവം ലഖാറയുടെ പേരിൽ അക്ഷരങ്ങളുടെ എണ്ണം 13. ആ കുട്ടിയുടെ നമ്മുടെ മൊണാലിസ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലാതെ മോനി വോൺസ്ലെ എന്നുള്ളതല്ല അവിടെ വന്നിരിക്കുന്നത്. മോനി വോൺസ്ലെ ഔദ്യോഗികമായ പേര് മാത്രം. മൊണാലിസയുടെ പേരിനകത്ത് 8 അക്ഷരങ്ങളും ശിവം ലഖാറ എന്ന യൂട്യൂബറിൻ്റെ ആ വീഡിയോഗ്രാഫറിൻ്റെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 13. 13 തൊട്ട് എത്രയാണ്? 21. ഈ കുട്ടി ജനിച്ച ഡേറ്റ് ഏതാണ്? 21. ഭാഗ്യസംഖ്യയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയായി വന്നത്? ഇത് നിഗൂഢശാസ്ത്രം എന്നല്ലാതെ എന്താ പറയുക? അദ്ദേഹത്തിൻ്റെ പേരിൽ 14 ലെറ്റർ അല്ലോ, 12 ലെറ്റർ അല്ലോ ഉള്ളത്. ഞാൻ ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും പഠിക്കണം. അതാണ് നിഗൂഢശാസ്ത്രം എന്ന് പറഞ്ഞാൽ. മിറക്കിൾ എന്ന ഇതിന് പറയുക തന്നെ. മിറക്കിൾ. നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. ആർക്കും പറയാൻ പറ്റത്തില്ല ഇന്നതാണ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. പഠിച്ചവർക്ക് പറയാൻ പറ്റും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആ കുട്ടിയുടെ ഭാഗ്യസംഖ്യ ആ വ്യക്തിയെ സഹായിച്ചു, കുട്ടിയെ സഹായിച്ചു. ഇനി ശിവം ലഖാറയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 35. 35. ഈ കുട്ടിയുടെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? മൊണാലിസയുടെ പേരിൻ്റെ വാല്യൂ 25. MONALISA. മൊണാലിസയുടെ പേരിൻ്റെ വാല്യൂ 25. ശിവം ലഖാറയുടെ പേരിൻ്റെ വാല്യൂ 35 കൂടി ചേർന്നപ്പോൾ എത്രയാണ്? 35, 25 എത്രയാണ്? 60. 60 യൂത്ത്നെസ്സാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആക്റ്റീവാണ്, കലാപരമായ കഴിവുണ്ടാകും. ആ കുട്ടിയെ ഈ 60, അതായത് ഇവർ തമ്മിലുള്ള കോമ്പിനേഷനായ 60 വന്നതിൻ്റെ പേരിൽ ലോകം പറഞ്ഞു കുട്ടിക്ക് ഇപ്പോൾ സിനിമയിലൊക്കെ ചാൻസ് കിട്ടുന്നില്ലേ. ഇന്നിപ്പോൾ ബോച്ചെ വന്നില്ലേ. അതൊക്കെ കലാപരമായ കഴിവാണല്ലോ. ജനങ്ങളുടെ മുന്നിലേക്ക് ഫ്രണ്ട് ഓഫ് ദ ക്യാമറയുടെ മുന്നിലാണ് കുട്ടി വന്നത്, ബാക്ക് ഓഫ് ദി ക്യാമറ അല്ല. അത് കലയുടെ ഭാഗമാണ്. ഫ്രണ്ട് ഓഫ് ദി ക്യാമറ അത് 60. ആ കുട്ടിയെ സഹായിച്ചത് ഈ ശിവം ലഖാറയുടെ പേരിലുള്ള 35 വാല്യൂ, ഈ കുട്ടിയുടെ പേരിലുള്ള വാല്യൂവായി 25 കൂടിയുള്ള 60. ഇതാണ് നിഗൂഢശാസ്ത്രം. എനിക്ക് അതിശയമുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. എത്ര വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. എന്നിട്ട് ഇദ്ദേഹം തന്നെ എങ്ങനെ എത്തിച്ചേർന്നു അവിടെ? ഇതാണ് പ്രകൃതി ശക്തികൾ നമ്മളെ നയിക്കുന്നു. ഇത് അന്ധതയല്ല. അറിവില്ലാത്തവർ പറയും അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. അവരുടെ വഴിക്ക് പോട്ടെ. നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഫുൾ റെസ്പെക്റ്റോടു കൂടിയാണ് നിങ്ങളെടുത്ത് ഓരോ കാര്യങ്ങളും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ 60 അവിടെ വന്നു. ആ കുട്ടിയെ വീണ്ടും യൂത്ത് ആക്കിയില്ലേ. ആവശ്യമായ പെൺകുട്ടി ഇന്ന് കണ്ടില്ലേ, മേക്കപ്പൊക്കെ ചെയ്ത് നല്ല മിടുക്കിയാക്കി, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല മിടുക്കിയാക്കി. ബിക്കോസ് ഓഫ് ദാറ്റ് 60, നമ്പർ 60 ആണ്. ഇനി 60 ഇനി ആ കുട്ടിക്ക് ധനം കുമിഞ്ഞു കൂടും. ഇന്ന് ബോച്ചെ 15 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം 60ൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റ് നമ്പർ ഇപ്പം 60 അല്ലേ, സോറി എത്രയാണ്, 1104 ഞാൻ താമസിക്കുന്നത്. ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ഏത് സമയത്ത് വന്നുകൊണ്ടിരിക്കും. പകലൊന്നും എനിക്ക് പ്രത്യേകിച്ച് വരാം. പിന്നെ ഇവിടെ പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ വരത്തില്ല. അപ്പം നിങ്ങളുടെ പേരിൽ 6 ഉണ്ടെങ്കിൽ, 60 ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറക്കം തൂങ്ങാതെ ഇരുന്ന് സാമ്പത്തികം നേടാം. സാമ്പത്തികമില്ലെങ്കിൽ വെറും നായയ്ക്ക് തുല്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ജാടയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ, ഈ തലമുറയിൽപ്പെട്ട പല മാതാപിതാക്കളും, ഏകദേശം ഒരു 60-65 വയസ്സുള്ള മാതാപിതാക്കൾ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും പണം നേടണ്ട, അങ്ങനെയൊക്കെ നേടിക്കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകുന്നത്. അതൊക്കെ നെഗറ്റീവ് സ്ട്രോക്സ് തന്നാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിന്നും ഒരുപക്ഷെ പല ആൾക്കാർ, നിങ്ങളെന്ന് പറയുന്നില്ല, പല ആൾക്കാർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്.
നെഗറ്റീവ് സ്റ്റോക്ക് തന്നിരിക്കുക. അമിതമായിട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമാകുന്നു. പക്ഷേ അമിതമായിട്ട് പണം ഉണ്ടാക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യണം. ഈ കൊച്ചു ജീവിതത്തിലേ ഇതൊക്കെ പറ്റുള്ളൂ. ത്രൂ പ്രോപ്പർ ചാനൽ എന്നൊരു കണ്ടീഷനുണ്ട്. അല്ലാതെ കട്ടും മോഷ്ടിച്ചും എടുക്കരുത്. ജോലി ചെയ്ത് തന്നെ വേണം നേടാനായിട്ട്. ജോലി ചെയ്ത് ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ ദ വേ 60 എന്നുള്ള പേര് ആ കുട്ടിക്ക് വന്നു. ബോബി ചെമ്മണ്ണൂർ 2 പവൻ്റെ സ്വർണം കൊടുത്തെന്നാണ് അറിവ്. പിന്നെ 60 വന്നാലോ കലാജ്ഞാനം ഉണ്ടാകും, കലാപരമായ കഴിവുണ്ടാകും. കുട്ടിക്ക് സിനിമയിൽ ചാൻസ് വന്നിട്ടുണ്ടല്ലോ. 60 0 പോയാൽ 60 0 ഇല്ലെങ്കിലും 6 എപ്പോഴും ഓൾവേസ് ഹെൽപ്പിംഗ് ഫോർ മേക്കിംഗ് മണി ആൻഡ് കലാപരമായ കഴിവിനും. ഇനി ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. 13/8/21 ജനിച്ച ദിവസം, നമ്പർ ഓഫ് ലിറ്റേഷൻ 35. ഓക്കെ, അതോട് പോട്ടെ. വലിയ പ്രാധാന്യം ഒത്തിരി ഉണ്ട് കേട്ടോ, പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ലെങ്തി ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. ഈ ശിവം ലഖാറ എന്ന വീഡിയോഗ്രാഫർ, ആ യൂട്യൂബർ കുട്ടിയെ കണ്ടുമുട്ടിയ ദിവസം 17/1/2025 17/7/8. കുട്ടിയുടെ പേരിൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. 8 അവിടെ സൈലൻ്റായിട്ട് സഹായിച്ചിട്ടുണ്ട്. 17/1 ഈ കുട്ടി ജനിച്ചത് എന്താണ്? ജാനുവരി മാസം 1. അവിടെയും നിങ്ങളിത് പഠിക്കണം കേട്ടോ. എന്താ വിത്ത് ഗുഡ് സെൻസിൽ, ഫുൾ സെൻസിൽ എടുത്താലേ മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്ക് ആഴത്തിലുള്ള കടലിനടിയിലേക്ക് പോകേണ്ട ഒരു സയൻസാണ്. അതുകൊണ്ടാണ് ഓരോന്ന് ഞാൻ 1 by 1 ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത്. 17/1 കുട്ടിയുടെ പേരിനകത്ത് അക്ഷരങ്ങളുടെ എണ്ണം 8, 1 കുട്ടി ജനിച്ച ഡേറ്റ് 2025. അപ്പോൾ ടോട്ടൽ കണക്ക് കൂട്ടുമ്പോൾ 17/1/2025 എന്നാൽ 18 കിട്ടുന്നത്. 18. ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? 21/1/2019 കുട്ടി ജനിച്ചത്, അല്ല 2009 ജനിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടി. ഈ കുട്ടിയുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ ശിവം ലഖറയെയും ഈ കുട്ടിയുമായിട്ട് ആദ്യമായിട്ട് കണ്ട ദിവസം 17/1/2025. കുട്ടിയുടെ ഭാഗ്യസംഖ്യയായ 3 കൂടി കണക്ക് കൂട്ടുമ്പോൾ അഗെയിൻ വി റീച്ച് 21. 21 വന്നു. കുട്ടിയുടെ ഭാഗ്യസംഖ്യ കണ്ടില്ല. 2 എന്നാൽ ഇന്നലെ വരെ 16ാമത്തെ വയസ്സ് വരെയും കുട്ടി സഹിച്ച പ്രയാസങ്ങളെല്ലാം മാറ്റി 1 എന്ന നമ്പർ സഹായിച്ചു. ഇതാണ് ന്യൂമറോളജി. അങ്ങനെ 21 ആ കുട്ടി എല്ലായ്പ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ട് മോണലിസയുടെ കാര്യം മാത്രമേ എടുക്കണ്ട. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരിലൊക്കെ ചെറിയ മോഡിഫൈ ഒക്കെ ചെയ്യുക. ഇനി എന്നെ സമീപിച്ചാലും ഫീസ് മേടിക്കും. ദക്ഷിണ വേറെ ജസ്റ്റ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. സ്വന്തം ലൈഫിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കണം. ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഊണും ഉറക്കവും മാറ്റിക്കൊണ്ട് ഇന്നത്തെ ദിവസം പറഞ്ഞില്ലേ, ഫുഡ് പോലും കഴിക്കാതിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കുക കഴിക്കരുത് ആരെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കും. മേശപ്പുറത്താണ്, ടേബിളെല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുക. കാരണം മറ്റുള്ളവർ എന്നെ വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സയൻസിനെ വിശ്വസിച്ചുകൊണ്ടാണ് എന്നെ സമീപിക്കുന്നത്. നമ്മളെ സമീപിക്കുമ്പോൾ ആ സമീപന രീതിയിൽ എപ്പോഴും വിശ്വാസത്തെ പുലർത്തണം. അല്പമൊക്കെ ഉറക്കമൊക്കെ മാറ്റണം. അപ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ, തെറ്റ് കുറവുണ്ടെങ്കിൽ ലേശം ചില്ലറ മുടക്കി, ഇപ്പോൾ എന്നെ കാണുന്ന നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിനെ കണ്ട്, പ്രോണോളജി കൂടി അറിയാവുന്നവരായിരിക്കണം. അവരെ കണ്ട് പേരിൽ മോഡിഫൈ ചെയ്ത് ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ബോച്ചയും മൊണലിസയായിട്ട് കണ്ടുമുട്ടിയ കാര്യത്തെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം പറയാം. കാരണം ഇപ്പം തന്നെ 38 മിനിറ്റ് ആയില്ല. അതുകൂടി എടുക്കുമ്പോൾ ഒത്തിരി സമയമാകും. അത് ചെയ്യാൻ പ്ലാൻ ഇട്ടതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഇന്ന് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മാത്രം ഇത് മതിയോ? പോരല്ലോ. ഇതൊരു സയൻസ് അല്ലേ. മറ്റുള്ളവരെ പറ്റി ദൂഷ്യം പറയുന്ന കാര്യങ്ങളല്ലോ. അത് അറിവില്ലാത്ത ധാരാളം പേര് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുണ്ട്. നിങ്ങളുടെ വാർഡിലുണ്ടല്ലോ, നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ. അവരൊക്കെ ഒന്ന് അറിയട്ടെ, നന്നാകട്ടെ. മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മൾക്കും നന്നാകാൻ പറ്റുള്ളൂ. സ്വാർത്ഥത കൈപിടിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.